എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞാൻ ആൻസി. ഇന്ന് എൻ്റെ കഥയുടെ 3ാമത്തെ പാർട്ട് ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പലരും പറഞ്ഞു ക്യാമറയിൽ നോക്കി സ്റ്റോറി പറയാം, പക്ഷേങ്കിൽ അത്രയും ശക്തി എനിക്കിപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു. വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് എൻ്റെ സ്റ്റോറി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ സെക്ഷൽ അബ്യൂസിന് ഇരയായത് നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ്? എനിക്ക് ലൈംഗികമായി പീഡനം അനുഭവിക്കേണ്ടി വന്നത് 4 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ 3 വയസ്സോ അതിൽ കൂടുതലോ ആയിട്ടുണ്ടാവും. അതും വളരെ അടുത്ത ഒരു ബന്ധുവിൽ നിന്ന്. ഈ ബന്ധുവിനെ കുറിച്ച് കൂടുതൽ ഞാൻ വഴിയേ പറയാം. ഇത് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അതത്ര ക്ലിയർ അല്ല. എൻ്റെ പാരൻസിന് പോലും ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. അത് ഒരു ലൈംഗിക പീഡനമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഒരു 17 വയസ്സെങ്കിലും ആയിട്ടായിരിക്കണം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ സ്ത്രീകളും ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തതാണ്. ഈ പോസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് ലൈംഗികമായി ആദ്യമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എത്രാമത്തെ വയസ്സിലാണെന്നാണ്. അതിൽ കൂടുതൽ പേരും പറഞ്ഞിരിക്കുന്ന ഏജ് 11 താഴെയാണ്. അതായത് 6, 7, കിൻഡർ ഗാർഡൻ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടികളും സെക്ഷൽ അബ്യൂസിന് വിധേയമായേക്കാം. ഏതൊരു റേപ്പ് കേസ് വന്നു കഴിഞ്ഞാലും നാട്ടുകാരെ ഉടൻ പറയുന്നത് അവളുടെ വേഷവിധാനം കൊണ്ടായിരിക്കും എന്നാണ്. ഒരു കുട്ടിയുടെ വേഷവിധാനം എന്താണ്? ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഓരോ 15 മിനിറ്റിലും ഓരോ കുട്ടി വീതം റേപ്പ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിൽ നടന്ന പല സ്റ്റഡീസിലും കാണിക്കുന്നുണ്ട്, റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളിൽ 83% കുട്ടികളും പ്യൂബർട്ടി എത്തിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 വയസ്സ് തികയാത്ത കുട്ടികളാണ് 83% കുട്ടികളും. അതിലും 42% കുട്ടികളും 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. വസ്ത്രധാരണമാണ് റേപ്പിന് കാരണമെന്ന് നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികളെ കൂടുതൽ റേപ്പ് ചെയ്യപ്പെടുന്നത്? വസ്ത്രധാരണം ഒരു എക്സ്ക്യൂസായി പറയുമ്പോൾ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി റേപ്പിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ? അത്ര വളരെ ചെറിയ കുട്ടിയല്ലാത്ത കുട്ടികൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവർക്കതെല്ലാം മനസ്സിലാകുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന്. അതവർ പാരൻസിനോട് പറയാൻ പേടിയായിരിക്കാം. ഒരുപക്ഷെ പാരൻസിൽ നിന്ന് അത്രയും സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പാരൻസിനോട് പറഞ്ഞെന്നിരിക്കാം. എങ്കിലും പാരൻസ് അതിനെ സീരിയസ് ആയി എടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യുന്നത് വളരെ വിരളമാണ്. ഇതിൻ്റെ മെയിൻ കാരണം സൊസൈറ്റിയെ പേടിച്ചാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലെ ടെക്സസിൽ വരെയുള്ള സ്റ്റഡീസിൽ പറയുന്നത് കുട്ടിയെ പീഡിപ്പിച്ചവർ എല്ലാം തന്നെ വളരെ അടുത്ത ആൾക്കാരായിരുന്നു, ബന്ധുക്കളോ അല്ലെങ്കിൽ പരിചയമുള്ളവരോ അങ്ങനെയൊക്കെ. സെക്ഷൽ അബ്യൂസ് ഒരു കുഞ്ഞിനെ എന്തെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു. പെരുമാറ്റങ്ങളിലുള്ള വൈകല്യങ്ങൾ, ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവില്ലായ്മ, ശാരീരികവും മാനസികവുമായ പോരായ്മകൾ എല്ലാം കാരണമാകും. നിങ്ങൾ ഒരു അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മാമനോ മാമിയോ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞിനെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന ഒരു ബന്ധു നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന്. നിങ്ങൾ അത് മറച്ചു വയ്ക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് വളർത്തുന്നവരാണ്. ഞാനീ പറഞ്ഞ ബന്ധു, എൻ്റെ ആ വൃത്തികെട്ട ബന്ധു എന്നെ മാത്രമല്ല സെക്ഷലി അബ്യൂസ് ചെയ്തത്. ഞാൻ റീസെൻ്റ്ലി അറിഞ്ഞു എൻ്റെ പല കസിൻസിനെയും ഇതേ മനുഷ്യൻ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. എങ്കിലും ആരും അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നില്ല. ഫാമിലിക്ക് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ചെയ്യുന്ന കാരണം കൊണ്ട് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, വളരെ സന്തോഷമായി ഫ്രീ ആയി നടക്കുന്നു എന്നറിയുമ്പോൾ ഈ 30 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. എൻ്റെ ശൈശവത്തിൽ പീഡിപ്പിച്ച ഈ തെണ്ടി എൻ്റെ കുട്ടിക്കാലത്ത് പലതവണ അയാളുടെ ലൈംഗിക അവയവങ്ങൾ എന്നെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഓടി മറയുകയായിരുന്നു. 30 കൊല്ലം മുന്നേ നടന്ന ഈ ചൈൽഡ് സെക്സ് അബ്യൂസിനെതിരെ എനിക്ക് ഇപ്പോൾ കേസ് കൊടുക്കാൻ പറ്റുമോ?
അറിയാവുന്നവർ ദയവായി അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കൂ. കുട്ടിയായിരിക്കുമ്പോൾ മാത്രമല്ല, അഡൽട്ടായിട്ട് പോലും എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇന്നേ വരെ ആർക്കെതിരെയും പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ധൈര്യം എനിക്ക് വന്നിട്ടില്ല. സ്വതന്ത്രയായി ഫ്രീ ആയി ചിന്തിക്കുന്ന ഇത്രയും ബ്രേവ് ആയിട്ടുള്ള എനിക്ക് പോലും ഇതുവരെ കേസ് കൊടുക്കാൻ ധൈര്യം വരാത്തത് സൊസൈറ്റി എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഞാൻ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം സ്ത്രീകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, എത്രത്തോളം കുട്ടികൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. നിങ്ങളെ കുടുംബത്തിൽ എത്ര പേര് ഇതെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ കുട്ടികളോട് സംസാരിക്കണം. ഇന്ത്യയിലെ 53% കുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ 40 പേരുണ്ടായിരുന്നെങ്കിൽ അതിൽ 20 പേരും ചൈൽഡ് അബ്യൂസിന് ഇരയായവരാണ്. പലപ്പോഴും നിങ്ങൾ വിശ്വസിച്ച് കുട്ടികളെ ഏൽപ്പിക്കുന്ന ആളാണ് കുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റി ഇനിയെങ്കിലും മനസ്സിലാക്കണം, റേപ്പ് ചെയ്യപ്പെടുന്ന ആളല്ല കുറ്റവാളിയെന്നും റേപ്പിസ്റ്റാണ് കുറ്റവാളിയെന്നും അയാൾക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്നും അല്ലാതെ റേപ്പിന് ഇരയായവരെയോ അവരുടെയോ ഫാമിലിയോ അല്ല പഠിക്കേണ്ടതെന്നും നമ്മുടെ സൊസൈറ്റി ഇനിയും പഠിക്കാനിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുട്ടികളെ സെക്ഷലായി അബ്യൂസ് ചെയ്യപ്പെട്ടതായി നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ. കുട്ടികളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ പോസിറ്റീവ് കമൻസും നിങ്ങളുടെ ലൈക്കുകളും എന്നെ ആക്ച്വലി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും വീഡിയോസ് ഉണ്ടാക്കാൻ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് തുടരുന്നതാണ്.